ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാചയ നാനാശാസ്ത്ര വിശാരദാ പ്രണിപതർഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാദമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യ സുമനസാം സർവാർത്ഥാനാമുപക്രമേ എന്നത്വാകൃതകൃത്യാ സൃഷ്ടം നമാമി ഗജാനനം. ദോർഭിർയുക്താ ച ദുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ജശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ഛാർത്തീഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യമരുധ്യതേ പ്രകൃതിവിശുശ്രൂഷുഭിത്തക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാലമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നിസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർത്ഥം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമനുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോ ഉപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ.
ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ചേതേ യഥമോഷു പൂരുഷ ഭുങ്കരേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോരംഗശ്രീഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ വിനീതമായിട്ടുള്ള നമസ്കാരം. മനുഷ്യജന്മത്തിന്റെ താല്പര്യം തന്നെ മറ്റ് പല ജന്മങ്ങളെ പോലെ അല്ല മനുഷ്യജന്മം. മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ നമുക്കത് ചോദിച്ചാൽ അറിയൊന്നുമില്ല. അതിൽ നമ്മൾ അജ്ഞന്മാരാണ്. അപ്പൊ നമ്മള് ആദ്യം ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അവിടെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ അനുഭവിക്കുന്ന സമയത്ത് മാത്രമാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് നമുക്ക് സാധിക്കുള്ളൂ. മനുഷ്യജന്മം കൊണ്ട് നമുക്കൊക്കെ ആഗ്രഹമുള്ളത് നശിക്കാത്ത നിത്യാനന്ദത്തെ അനുഭവിക്കുക, നശിക്കാത്ത സുഖത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് ആ നശിക്കാത്ത ഈശ്വരനെ ആശ്രയിക്കണം. അതാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് 3-4 ദിവസങ്ങളിലായിട്ട് ആ ഗോപികള് അനുഭവിക്കുന്ന ആ നശിക്കാത്ത ആനന്ദത്തിലേക്ക് എത്തുന്ന മാർഗത്തെ പറഞ്ഞു തരികയാണ് നമുക്ക് ഈ രാസക്രീഡയിലൂടെ. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് ആത്മാവായിട്ടുള്ള ഭഗവാൻ ആ നിത്യാനന്ദത്തെ പ്രദാനം ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ നിത്യാനന്ദ സ്വരൂപനായിട്ട് ഇരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മള് സുഖമോ ദുഃഖമോ അനുഭവിക്കുന്ന കൂട്ടരല്ല. ആ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് പ്രാരബ്ധവശാൽ എടുത്തു വന്ന ഈ ശരീരമാണ്. ഈ ശരീരത്തിന്റെ പ്രാരബ്ധത്തെ നമ്മൾ എത്ര വലിയ യോഗാനുഷ്ഠാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കൊണ്ടോ അതായത് ഏത് തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ടും നമുക്ക് ശരീരത്തിന്റെ പ്രാരബ്ധത്തെ അതിവർത്തിക്കാൻ കഴിയില്ല. കാരണം അത് അനുഭവിച്ചു തന്നെ തീരേണ്ടതാണെന്നാണ്. അത് ജ്ഞാനികൾ പോലും ഈ പ്രാരബ്ധത്തിന് അതീതന്മാരല്ല, അധീനന്മാരാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളുടെയൊക്കെ കഥ എടുത്ത് നോക്കും. മഹാത്മാക്കളായിട്ടുള്ള ആളുകള് ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ രോഗങ്ങളും ദുരിതങ്ങളും ആധിയും വ്യാധിയും ഒക്കെ അനുഭവിച്ചിട്ടാണ് അവരിവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സംശയം തോന്നും, ഇങ്ങനെയൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാക്കൾക്ക് ഇങ്ങനെ വരാമോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ. നമ്മുടെ ബുദ്ധി അത്ര വിശാലമല്ല, അതുകൊണ്ടാണ്. നോക്കൂ, ജ്ഞാനികളെ സംബന്ധിച്ച് അവർക്ക് ഈ ശരീരം ഉണ്ട് എന്നുള്ള തോന്നല് പോലും ഇല്ല. അപ്പൊ പിന്നെ ആ ശരീരത്തിന്റെ പ്രാരബ്ധം, അത് പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം, അത് വന്നോട്ടെ പൊക്കോട്ടെ. ഞാൻ അതിനൊക്കെ സാക്ഷിയായിട്ട് ഇരിക്കുന്ന ആത്മാവ്. ഈ പ്രാരബ്ധത്തെ എങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും ഇല്ലാണ്ടാവില്ല. രാമകൃഷ്ണദേവന്റെ ഒരു കഥയുണ്ട് അങ്ങനെ അദ്ദേഹം പറയുന്നത്. അതായത് ഒരു യുവാവ് നല്ല വാശി ഉള്ള ആളാണ്. അപ്പൊ ഇയാള് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വാശിയോട് കൂടിയിട്ട് അയാൾ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ഇനി ഞാന് ഭക്ഷണം കഴിക്കില്ല, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ്. വീട്ടുകാർക്കൊക്കെ വലിയ കലശലായിട്ടുള്ള പരിഭ്രമമായി ഭക്ഷണം കഴിക്കാതിരുന്നാലോ. അപ്പൊ വീട്ടുകാര് പല ആളുകളും പല ബന്ധുക്കളും ഒക്കെ വന്ന് അയാളെ നിർബന്ധിക്കുകയാണ്, ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യ വീട്ടിലിരിക്കുമ്പോ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ആരും അറിയാണ്ട് ചാടി ഇറങ്ങി ഓടി കാട്ടിലെത്തി എന്നാണ്. കാട്ടിൽ ചെന്ന് ഒരു മരത്തിന്, ഇപ്പൊ താഴെ ഇരുന്ന ശല്യം ഉണ്ടാവുക പേടിച്ചിട്ട് ഒരു മരത്തിന്റെ മീതെ കയറി അങ്ങിരുന്നു എന്നാണ്, അവിടെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാട്ടിലൂടെ ഒരു പറ്റം കൊള്ളക്കാര് ആ വഴിക്ക് വരികയാണ്. ആ കൊള്ളക്കാര് വന്നു. കാട്ടിലൂടെ ആ കുറച്ച് ടൂറിസ്റ്റുകള്, അതായത് ഉല്ലാസയാത്രയ്ക്കായിട്ട് വന്ന കുറച്ച് കൂട്ടര് വരികയാണ്. അവര് കാടൊക്കെ നടന്ന് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ
ഇദ്ദേഹം ഇരിക്കുന്ന, അതായത് മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ വൃക്ഷത്തിന്റെ താഴെ വന്നിരുന്നു ഈ ടൂറിസ്റ്റുകൾ എന്നാണ്. അവിടെ വന്നിരുന്ന അവര് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കാനായിട്ട് കയ്യും കാലൊക്കെ കഴുകി ആ ഭക്ഷണ പൊതിയെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു കൊള്ള സംഘത്തിന്റെ ആക്രമണം. കൊള്ള സംഘങ്ങൾ വരികയാണ്. അവരുടെ ആ ഭാവം കണ്ടപ്പോ തന്നെ ഈ ടൂറിസ്റ്റുകൾ ജീവനും കൊണ്ട് ഓടി. അവരുടെ ബാഗും പൊതിയൊക്കെ അവിടെ ഇട്ടിട്ട്, ഭക്ഷണ പൊതിയൊക്കെ അവിടെ ഇട്ടിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പൊ ഈ കൊള്ള സംഘങ്ങളോ ഇവിടെ ഈ ഭക്ഷണ പൊതി ഈ മരത്തിന്റെ താഴെ, വൃക്ഷത്തിന്റെ താഴെ ഇരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് നല്ല വിശപ്പുണ്ട്, എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം നമുക്ക് കഴിക്കാം, അവര് പോയല്ലോ. അപ്പൊ അതിന് തയ്യാറായി ഈ കൊള്ളക്കാര് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അതിലൊരുത്തൻ പറഞ്ഞു, അല്ല, രാജാവ് നമ്മളെ പിടിക്കാനായിട്ട് 4 പുറവും ഭടന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളെ പരീക്ഷിക്കാനായിട്ട്, നമ്മളെ കൊല്ലാനായിട്ട് രാജാവ് വിഷം കലർത്തിയ ഭക്ഷണമായിരിക്കും ചിലപ്പോൾ അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ഭക്ഷണം ഇപ്പൊ കഴിക്കരുത്. ആർക്കെങ്കിലും കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം, പരിശോധിച്ച് നോക്കിയതിന് ശേഷം വിഷമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കഴിക്കാൻ എന്നാണ്. അപ്പൊ ആരെയെ പരീക്ഷിക്കാൻ കിട്ടുക ആ കാട്ടില്? അങ്ങനെ 4 പുറവും നോക്കിയപ്പോഴാണ് മേപ്പിട്ട് നോക്കിയ ഒരാള് അപ്പൊ ഈ വൃക്ഷത്തിന്റെ മീതി ഇരിക്കുന്ന അങ്ങോരെ കണ്ടു എന്നാണ്. പിന്നെ നിവൃത്തിയില്ല, അവനെ പിടിച്ച് വലിച്ചിറക്കി. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇയാൾ മുകളിൽ കയറിയിട്ട് അയാളെ പിടിച്ച് വലിച്ചിറക്കി അവിടെ ഇരുത്തിയിട്ട്, കഴിക്കണോ ഈ ഭക്ഷണം എന്നാണ്. അയാൾ പറഞ്ഞ കഴിക്കില്ല എന്നാണ്. പിന്നെ അവരൊക്കെ കൂടെ അയാളെ പിടിച്ച് മലർത്തി കിടത്തി വായ പൊളിച്ച് ഈ ഭക്ഷണം തിരികെയൊക്കെ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ പ്രാരബ്ധം നമ്മൾ ഒഴിപ്പിച്ചാൽ ഒഴിയോ? നമ്മൾ എങ്ങനെയാ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടില്ല. അപ്പൊ ഇയാള് ഈ ഭക്ഷണം കഴിക്കാൻ പേടിച്ചിട്ടാണ് വീട് വിട്ട് കാട്ടിലേക്ക് വന്നത്. പക്ഷെ പ്രാരബ്ധം അയാളെ വിട്ടുവോ? ഇല്ല. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഈ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രാരബ്ധം ഏത് തരത്തിലാണെങ്കിലും അനുഭവിച്ചേ മതിയാവൂ, അതിന് സംശയമാണ്. പക്ഷേ പ്രാരബ്ധം അനുഭവിക്കുന്ന സമയത്ത് അത് നമുക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ, ആ അനുഭവം നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വാസ്തവ സ്വരൂപത്തെ അറിയണം. ഞാൻ ഈ ശരീരത്തിന്, ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് സാക്ഷിയായിട്ടുള്ള ആത്മാവ്, ഈ ആത്മാവാണെന്ന് വെച്ചാൽ സുഖദുഃഖങ്ങൾക്കൊക്കെ അതീതൻ എന്നും നിത്യാനന്ദത്തെ അനുഭവിക്കുന്ന ആള്. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് അനുഭവിക്കണില്ല? നമ്മുടെ ഉള്ളിലൊക്കെ ആത്മാവാണെങ്കിൽ നമ്മൾ ഈ ആത്മാവിനെ ഈ മായ കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലെ വാസനകളെ കൊണ്ട് മറച്ചിരിക്കുന്നു. ആ മനസ്സിന്റെ വാസനകളെ കൊണ്ട് മറച്ച് ആത്മാവിനെ നമുക്കറിയാൻ ഈ അഹങ്കാരം എന്ന ഒരു മഹാ അപകടം പിടിച്ചൊരു സാധനം തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കണം. നമ്മുടെ മനസ്സ് അത്യന്തം ശുദ്ധമാക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ നിത്യാനന്ദത്തെ അനുഭവിച്ച് ആ എന്നേക്കുമായിട്ട് സുഖദുഃഖങ്ങൾക്ക് അതീതമായിട്ടൊരവസ്ഥയെ പ്രാപിക്കാൻ കഴിയുള്ളൂ. നോക്കൂ, ഈ നിത്യാനന്ദം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരിക്കലും മറക്കില്ല. അത് നമ്മൾക്ക് എപ്പോഴും അനുഭവ സ്വരൂപമായിട്ട് തീരും. ശരീരം കൊണ്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴും ആ മാനസികമായിട്ടുള്ള നില എന്താണ്? ശരിക്ക് സമാധിസ്ഥനായിട്ടുള്ള ഒരു മഹർഷിയുടെ നില, ആ ഈശ്വരനെ തന്നിൽ താനായിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ പരമാനന്ദ നിർവൃതിയാണ്. ആ ശരീരം കൊണ്ട് എന്ത് ക്ലിഷ്ടതകളെ അനുഭവിച്ചോട്ടെ, പക്ഷേ ആ മനസ്സുകൊണ്ട് അയാൾ എപ്പോഴും പരമാനന്ദത്തിലായിരിക്കുന്നതാണ്. ഈ ഒരു നിലയാണ് ഇപ്പോ ഗോപസ്ത്രീകളെ സംബന്ധിച്ചിട്ട് കൈവരാനായിട്ട് പോണത് എന്നാണ്. അവരുടെ സകലവിധ അശുദ്ധിയെയും ഭഗവാൻ നോക്കി. അവർക്ക് കൃഷ്ണനെ പിരിയാതെ ഒരു നിമിഷം പോലും കാണാതെ ഇരിക്കാൻ വയ്യ, പിരിയാതിരിക്കാൻ വയ്യ. അങ്ങനെ കൃഷ്ണൻ കൂടെ വന്നപ്പോ കുറച്ച് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നതായിട്ടുള്ള, അവരുടെ ഉള്ളിൽ ലയിച്ചു കിടന്നതായിട്ടുള്ള അഹങ്കാരം വിജൃംഭിച്ചു. അപ്പോഴോ ഭഗവാൻ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനാണ് മറഞ്ഞത് അവരിൽ നിന്ന്. ആ വിരഹത്തില് അവരുടെ മനസ്സ് ഭഗവാനെ കുറിച്ച് കേണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കിട്ടണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് അവര് അതായത് വീണുരുണ്ട് നിലവിളിക്കുകയാണ്. അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള അഭിലാഷം അവരുടെ ഉള്ളിൽ വന്നതോടുകൂടെ അവരുടെ ഉള്ളിലുള്ള അഹങ്കാരം എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി. അപ്പോഴോ ഭഗവാൻ അവരുടെ മുമ്പില് ശരിക്ക് പ്രത്യക്ഷപ്പെട്ടു.
സാക്ഷാൽ മന്മഥ മന്മഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്മഥൻ എന്ന് വെച്ച കാമദേവനാണ്. കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. എന്താ ഈ കാമദേവനെ പോലും മോഹിപ്പിക്കുക എന്ന് വെച്ചാല് അത്രയും സൗന്ദര്യം. കാരണം സൗന്ദര്യമുള്ള വസ്തുക്കളൊക്കെ ഒരു ഭാഗത്ത് വെക്കുക, അതിന്റെ ഇപ്പുറത്ത് ഭഗവാൻ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് ഈ സൗന്ദര്യമുള്ള വസ്തുക്കളൊക്കെ നിഷ്പ്രഭമാണ്. ഭഗവാന്റെ സൗന്ദര്യമാണ് ശരിയായിട്ടുള്ള സൗന്ദര്യം. നോക്കൂ, ഭഗവാൻ എവിടെയും പോയിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന സൗന്ദര്യമല്ല. പ്രഥമസ്കന്ധത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഭഗവാൻ ഇടയ്ക്ക് കണ്ണാടി നോക്കൂത്രേ. കണ്ണാടി നോക്കിയിട്ട് അപ്പൊ ഭഗവാൻ സ്വയം വിചാരിക്കുക, എന്ത്, അയ്യോ എനിക്ക് ഇത്രയൊക്കെ സൗന്ദര്യമോ, അത്ര. അപ്പൊ സൗന്ദര്യത്തിന്റെ സാര സർവസ്വമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതായത് പറയുന്നുണ്ട് അവിടെ, ആ ബ്രഹ്മാവാണല്ലോ സൃഷ്ടിയുടെ ആള്. ബ്രഹ്മാവ് ലോകത്തിൽ പലതും സൃഷ്ടിച്ചു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനെ സൃഷ്ടിച്ചതോടുകൂടെ അർവാക് സൃഷ്ടിയില് ശ്രീകൃഷ്ണ ഭഗവാനെ സൃഷ്ടിച്ചതോടുകൂടെ ബ്രഹ്മാവിന്റെ സൃഷ്ടി സാമർഥ്യം മുഴുവൻ ചെലവായി എന്നാണ്. ഇനി ബ്രഹ്മാവ് വിചാരിച്ചാലും ഇനിയൊരു രൂപത്തെ, അങ്ങനെ ഒന്നും രൂപത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം മുഴുവൻ ആ സാമർഥ്യവും ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ചതിൽ ചെലവായി പോയിരിക്കും. വാസ്തവത്തിൽ ബ്രഹ്മാവൊന്നുമല്ല ഭഗവാനെ സൃഷ്ടിച്ചത്. പക്ഷെ അജ്ഞന്മാർ അങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ നിലയിൽ അത്രയും സൗന്ദര്യമാണ്. അങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ സാരസർവസ്വമായിട്ടുള്ള ഭഗവാൻ ആ മനോമോഹനമായിട്ടുള്ള ജഗന്മോഹനമായിട്ടുള്ള രൂപത്തില് ആ ഗോപസ്ത്രീകളുടെ മുന്നിൽ ആവിർഭവിച്ചതോടുകൂടെ അവർക്കുണ്ടായിട്ടുള്ള സന്തോഷം, എല്ലാ ദുഃഖങ്ങളും പാടെ മറന്നു. ഇത്രയും നേരം അനുഭവിച്ച ദുഃഖം ഒക്കെ എവിടെയാ പോയത് എന്ന് നിശ്ചയില്ല എന്നാണ്. ഒറ്റ നിമിഷ നേരം കൊണ്ടാണ് ഈ ഒരു മാറ്റം അവർക്ക്. ഇതാണ് ആ ഭഗവാന്റെ ദർശനത്തിന്റെ പ്രത്യേകത. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ശരിയായിട്ട് വഴങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. കഴിഞ്ഞതും വരാം ഒക്കെ ആ വർത്തമാനത്തിൽ മാത്രം നമ്മൾ നിൽക്കും. കാരണം കഴിഞ്ഞതിനെ കുറിച്ചും അറിയില്ല, വരാൻ പോണതിനെ കുറിച്ചും നമുക്ക് ടെൻഷൻ ഇല്ല. ആ വർത്തമാന കാലത്തില് ശരിക്കും പരമാനന്ദ നിർവൃതനായിട്ട് സ്വന്തം ശരീരത്തെ പോലും മറന്ന് നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ ഗോപികളുടെ മുമ്പില് ഭഗവാൻ ആവിർഭവിച്ച് അവരെ ആശ്വസിപ്പിച്ചു. അപ്പൊ ഗോപികളുടെ സംശയങ്ങളൊക്കെ അവര് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളോട് സ്നേഹം ഇല്ലാണ്ടല്ല ഞാൻ മാറുന്നത്, നിങ്ങൾക്ക് എന്നോടുള്ള ആ പ്രേമത്തെ ഒന്ന് അതായത് സ്ഫുടം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ ഉറപ്പിക്കാൻ, ഇനി ഒരിക്കലും നിങ്ങളുടെ മനസ്സ് എന്നിൽ നിന്ന് വ്യതിചരിക്കാൻ പാടില്ല. അഹങ്കാരത്തിന്റെ എന്തെങ്കിലും ഒരു കണിക വരുമ്പോഴാണ് ഈശ്വരൻ നിന്ന് മനസ്സ് വ്യതിചരിക്കുക. അപ്പൊ ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള അഹങ്കാരവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാതെ നിങ്ങളെ അതായത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറുന്നത്. നിരന്തര സ്മരണയിലൂടെ മാത്രമേ മനസ്സ് പൂർണ്ണമായിട്ട് ബാഹ്യ വിഷയങ്ങളിൽ നിന്ന്, ലോകബന്ധങ്ങളിൽ നിന്ന്, അഹങ്കാരത്തിന്റെ പിടിയിൽ നിന്ന് മുക്തമായി തീരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറുന്നത് എന്നാണ്. അത് കേട്ടപ്പോ അവർക്ക് സമാധാനമായി. ഇനി നമുക്ക് രാസക്രീഡയ്ക്ക് തയ്യാറാവാം എന്ന് പറഞ്ഞ് അവിടെ ധാരാളം വള്ളിക്കുടിലുകളൊക്കെ ഉണ്ട് എന്നാണ്. ആ വള്ളിക്കുടിലേക്ക് ഗോപസ്ത്രീകളെ അയച്ചു. കാരണം അവരൊക്കെ വ്യത്യസ്ത വസ്ത്രാഭരണ എന്നാണ് അർത്ഥം പറഞ്ഞത്. അവര് ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ധരിച്ചിട്ടാ അത് പോരാ, ശരിക്കും ഭംഗിയായിട്ട് തന്നെ വേണം എന്നുള്ള നിലയിൽ അവർ ആ വള്ളിക്കുടിലിൽ പോയി. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടത്രേ. അതൊക്കെ ശരിയായിട്ട് ലേപനമൊക്കെ ചെയ്ത് ശരീരത്തെ വേണ്ടതുപോലെയൊക്കെ അലങ്കരിച്ചിട്ട് ഇനി രാസമണ്ഡല്, അവിടെ ഭഗവാൻ രാസമണ്ഡലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്താ, ഇനി ആ രാസമണ്ഡലത്തിൽ വെച്ചിട്ടാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള രാസക്രീഡ ആരംഭിക്കുന്നത്. എന്താ ഈ രാസക്രീഡ? ജീവേശ്വരന്മാരുടെ ഐക്യം, ജീവന്മാരാകുന്ന ഗോപികളുടെ ജഗദ്ഭാവമാകുന്ന അജ്ഞാനം അടങ്ങി ഈശ്വരനാകുന്ന കൃഷ്ണനോട് കൂടിച്ചേർന്ന് അഭേദമായിട്ടുള്ള ഭാവം അവരനുഭവിക്കുന്ന ഒരു വിശേഷമാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് രാസക്രീഡ. തന്നിൽ നിന്ന് തന്നെ പുറപ്പെട്ടതായിട്ടുള്ള ജഗൽ പ്രതീതി, ഈ ലോകത്തിന്റെ പ്രതീതി തന്നിൽ തന്നെ അടങ്ങി എന്നാണ്. എന്നിട്ടോ ആ താൻ മറന്നതായിട്ടുള്ള ഈശ്വരഭാവം പൂർണ്ണമായിട്ട് പ്രകാശിച്ച് താനും ഈശ്വരനും രണ്ടല്ലാതായിട്ട് തീരുന്ന ഈശ്വരാനുഭൂതിയാണ്. ആ പ്രസ്തുതമായ ആ അനുഭൂതിയുടെ താനും ഭഗവാനും രണ്ടല്ല എന്നുള്ള ആ അനുഭൂതി വിശേഷത്തിന്റെ വിസ്തൃതമായിട്ടുള്ള വികാസമാണ് ശരിക്കും രാസക്രീഡ. അതുകൊണ്ട് ആ രംഗത്തിൽപ്പെട്ട എല്ലാ ജീവന്മാർക്കും അത് അനുഭവിക്കാൻ തരായി എന്നാണ്. ആ സമയത്ത് അവിടെ കാലത്തിന്റെ പ്രതീതി പോലും ഇല്ല. കാലത്തിന്റെ പോലും പ്രതീതി ഇല്ല ഈ ഈശ്വരാനുഭവത്തിന്.
അതുകൊണ്ട് അവിടെ എന്താ പറയുന്നത്, ഇനി കുറച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, കാലസ്വരൂപങ്ങളായിട്ടുള്ള തേജോഗോളങ്ങൾ കൂടി സ്തബ്ധങ്ങളായിട്ട് നിന്നു, അതിന് അനക്കുണ്ടായില്ല. എത്ര കാലമാണ് അത് വൃന്ദാവനത്തില് സകല രാശികളെയും ഏകനും അദ്വിതീയനുമായ ഈശ്വരഭാവത്തിൽ നിർത്തിയത് എന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. നിർവികൽപമായിട്ടുള്ള അദ്വിതീയ ഭാവത്തിൽ നിന്ന് ദ്വൈതസ്വരൂപമായിട്ടുള്ള ജഗൽഭാവത്തിലേക്ക് ആ ഗോപസ്ത്രീകൾ ഉണർന്നപ്പോ രാത്രി കഴിഞ്ഞു എന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. ആ രാത്രിയിൽ എന്തൊക്കെ ഉണ്ടായതെന്ന് അറിഞ്ഞില്ല. കാരണം അവിടെ പറയുന്നുണ്ട്, അതായത് ഈ അധ്യായത്തിൽ തന്നെ ചന്ദ്രൻ ചലിച്ചില്ല, ആ ഗോളങ്ങള് അതായത് നക്ഷത്രങ്ങള് അനങ്ങിയില്ല, യമുനാ നദി ഒഴുകിയില്ല, കാറ്റ് വീശിയില്ല എന്നാണ്. എന്താ അതിനർത്ഥം? ആ ഭട്ടേരിപ്പാട് പറഞ്ഞതുപോലെ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ആ ഒരു ഭാവത്തില് അവരെത്തുകയാണ്. ഇങ്ങനെ ശരിക്ക് ഗോപികളുടെ അനവധി കാലത്തെ പ്രാർത്ഥനയായിരുന്നു ഈ തരത്തിലുള്ള ഈശ്വരാനുഭൂതി സുലഭമായിട്ട് അനുഭവിക്കണം എന്ന്. ആ അവസ്ഥ ഇപ്പോ ശരിയായിട്ട് അവർക്ക് അനുഭവിക്കാനും പറ്റി എന്നാണ്. ആ നിലയിലാണ് ഇപ്പൊ ഗോപസ്ത്രീകൾക്ക് ആ രാസമണ്ഡലത്തിൽ വെച്ച് ആ അനുഭൂതി കൊടുക്കുന്നത്. ഇവിടെ അത് തുടങ്ങുന്ന സമയത്ത് പറയണോ ശ്രീശുകൻ, ആ ഇത്തം ഭഗവതോ ഗോപ്യ ശ്രുത്വാ വാചസ്സുവേശലാഹ ജഹുർവിരഹജം താപം തതം ഗോപജിതാശിഷാം. അങ്ങനെ ഭഗവാന്റെ ആശ്വാസ വാക്കുകളൊക്കെ കേട്ടപ്പോ അവർക്ക് കുറച്ച് സമാധാനായി. പിന്നെ ഭഗവാൻ അവരെയൊക്കെ കൈകളെ കൊണ്ടൊക്കെ തലോടിയിട്ട് സമാശ്വസിപ്പിച്ചു. അതോടുകൂടി ഒരു അങ്ങനെയൊക്കെ ഒരു ഭാവം വരുമ്പോ അവരുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാവും. ആ വിരഹതാപമൊക്കെ അവർ ഉപേക്ഷിച്ചു എന്നാണ്. എന്നിട്ടോ ഇപ്പൊ ഇനി ഭഗവാൻ ശരിക്കും തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാമനുവ്രതൈ ശ്രീരത്നൈരന്വിത പ്രീതൈരന്യോന്യാബദ്ധ ബാഹുഭി രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡല പണ്ഡിതാം യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ടേ സ്വനികിടം സ്ത്രീയാം. ഇവിടെ പറയാണ്, ഇപ്പോ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചു നേരത്തിന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നത് എന്ന്. ആ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു വിരഹം ഉണ്ടാക്കിയത് എന്ന് കേട്ടപ്പോ അവർക്ക് കുറച്ചൊക്കെ സമാധാനമായി, ഗോപികളുടെ ദുഃഖമൊക്കെ നീങ്ങി. അതിനുശേഷം ഭഗവാൻ അവരോടുകൂടി ഒന്നിച്ച് ആ രാസനൃത്തം ആരംഭിക്കുകയാണ്. എന്താ ഭഗവാന്റെ പ്രഭാവം? യോഗേശ്വരേണ കൃഷ്ണേന, യോഗേശ്വരന്മാരുടെയും ഈശ്വരനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ അവിടെ എത്ര ഗോപികളുണ്ടോ അത്രയും സ്വരൂപങ്ങൾ സ്വീകരിക്കുകയാണ്. രണ്ട് ഗോപികൾക്കിടയില് ഒരു കൃഷ്ണൻ എന്ന നിലയില് വൃത്താകാര രൂപത്തിൽ നിന്നുകൊണ്ടാണ് രാസനൃത്തം ഭഗവാൻ ആരംഭിച്ചത് എന്നാണ്. അപ്പോ അതായത് ആ എം മഞ്ഞേരൻ അവസ്ഥാവൻ വിമാനശത സങ്കുലം ദിവൗകസാം സദാരാണം ഔത്സുക്യാപഹൃതാത്മനാം ആ തതോ ദുന്ദുഭയോ നേതു നിഭേതു പുഷ്പവൃഷ്ടയാ ജഗുർഗന്ധർവപതയാ സസ്ത്രീകാസ്തസ്യ ശോമലം. ഇവിടെ വലയാനാം നോപുരാണാം കിങ്കിണീനാം ജയോഷിതാം സപ്രിയാണാം അബുൽ ശബ്ദ തുമലോ രാസമണ്ഡലേ തത്രാദി ശുശുഭേശതാഭിർ ഭഗവാൻ ദേവകീസുത മധ്യേ മണീനാം ഹൈമാനാം മരകതോയതാ. ഇവിടെ പറയണം, ഇവിടെ രണ്ട് ഗോപികൾക്കിടയിൽ ഒരു കൃഷ്ണൻ എന്ന നിലയില് ആ വട്ടത്തില് വൃത്താകാരമായിട്ടുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ നൃത്തം ചെയ്തത്. ആ രാസനൃത്തം ആ സമയത്ത് ദേവന്മാര് രാസനൃത്തം കാണാനായിട്ട് ദേവസ്ത്രീകളോട് കൂടിയിട്ട് അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുകയാണ്. അവര് സന്തോഷ സൂചകമായിട്ട് ദേവവാദ്യങ്ങളൊക്കെ അങ്ങ് മുഴക്കി. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും ആ ഭഗവാന്റെ നിർമ്മലമായിട്ടുള്ള കീർത്തിയെ പാടി പാടി സ്തുതിക്കാനായിക്കൊണ്ട് തുടങ്ങി. ഇപ്പോ അതായത് സ്വർണവർണ്ണത്തോടു കൂടിയ രണ്ട് ഗോപികളുടെ നടുവില് നിൽക്കുന്നതായിട്ടുള്ള ആ ശ്യാമസുന്ദരനായിട്ടുള്ള കൃഷ്ണൻ. അപ്പൊ സ്വർണമണികളുടെ മധ്യത്തില് മരതക രത്നം പോലെ ശോഭിച്ചു എന്നാണ്. ആ രാസനൃത്തത്തില് ശ്രീകൃഷ്ണന്റെ സമീപത്തുണ്ടായിരുന്ന ഗോപികള് മേഘത്തില് മിന്നൽ എന്ന പോലെ ശോഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എല്ലാറ്റിനും ശോഭ കൊടുക്കുന്ന ആളാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ സാന്നിധ്യ വിശേഷം കൊണ്ടാണ് ശരിക്കും അവര് മിന്നൽ പോലെ ശോഭിച്ചത് എന്നാണ്. ഇപ്പോ കൃഷ്ണന്റെ അടുത്ത് ആ കൃഷ്ണനോട് കൂടിയിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് ആ ഗോപസ്ത്രീകളുടെ കയ്യിലുള്ള വളകിലുക്കം, കാലുകളുടെ ചിലമ്പുകളിലുള്ള മണിനാദം, കിങ്ങിണികളുടെ കിലുക്കം, ഇതുകൊണ്ട് ഈ ശബ്ദം കൊണ്ട് രാസമണ്ഡലം നിറഞ്ഞു എന്നാണ്.
അപ്പൊ ഇങ്ങനെ ആ രണ്ട് സ്വർണവർണ്ണമുള്ള രണ്ട് ഗോപികളുടെ മധ്യത്തില് ഭഗവാനായിട്ടുള്ള കൃഷ്ണൻ അത്യന്തം ശോഭിക്കുകയാണ് ആ രാസമണ്ഡലത്തില് എന്നാണ്. ഇപ്പോ ആ രാസമണ്ഡലത്തില് എന്താ ഇവിടെ അതിന്റെ പറഞ്ഞിരിക്കുന്നത്? പാദാന്യാസൈർ ഭുജത് വിദുദുഭി സസ്മിതൈർ ഭ്രൂവിലാസൈർ ഭജ്യൻ മധ്യേ മധ്യേ ചലകുജപടൈ കുണ്ടലൈർ ഗണ്ഡലോലൈ സിദ്ധ്യൻ മുഖ്യ കപരരചനാ ഗ്രന്ഥയ കൃഷ്ണവദ്ധോ ഗായന്യസ്തന്തടിതൈപദ മേഘചക്രേ വിധേജു. ഈ നൃത്തത്തിലെ പദന്യാസങ്ങൾ കൊണ്ടും കൈകളിലുള്ള ആ കൈകളുടെ ചലനങ്ങളെ കൊണ്ടും മന്ദഹാസത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ പുരുകക്കൊടികളുടെ വിലാസങ്ങളോടും ആ ചലനത്താൽ പൊട്ടിപ്പോകും. അതായത് ഓരോ തരത്തില് ശരീരഭാഗങ്ങളെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് അതുപോലെ വസ്ത്രങ്ങളോടും കൂടെ ശരീരഭാഗങ്ങളെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് അതുപോലെ കവിൾത്തടങ്ങളിലാണെച്ചാലോ ആടുന്ന കുണ്ടലങ്ങളോടും വേർപ്പ് പൊടിഞ്ഞ മുഖങ്ങളോടും ദൃഢമായിട്ട് ബന്ധിച്ചിരിക്കുന്ന തലമുടിയും അരഞ്ഞാണുകളോടും കൂടിയ കൃഷ്ണന്റെ കൂടെയുള്ള ആ ഗോപികള് കൃഷ്ണനെ കുറിച്ച് ഉച്ചത്തിൽ ഇങ്ങനെ പാടുന്നവരായിട്ട് മേഘങ്ങളുടെ മധ്യത്തില് മിന്നൽപ്പൊടി പോലെ ശോഭിച്ചു എന്നാണ്. അപ്പൊ രണ്ട് ഗോപികളുടെ മധ്യത്തിൽ നിൽക്കുന്ന ശ്യാമസുന്ദരനായിട്ടുള്ള കൃഷ്ണൻ ആ സ്വർണമണികളുടെ മധ്യത്തില് മരതകരത്നം പോലെ ശോഭിക്കുക. രാസനൃത്തത്തില് കൃഷ്ണന്റെ സമീപത്തുണ്ടായിരുന്ന ഗോപികള് എല്ലാം മറന്ന് ആനന്ദം അനുഭവിച്ച് കൃഷ്ണന്റെ മാഹാത്മ്യം ഉച്ചത്തിൽ ഇങ്ങനെ പാടുകയാണ്. ഭഗവത് സ്പർശ വിശേഷം കൊണ്ടേ ആനന്ദമൂർച്ചയിലാണ് ഇപ്പൊ അവരെല്ലാം മറന്നിരിക്കുക. ഭഗവാനെ കുറിച്ച് ഉച്ചത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ശരീരബോധം തീരെ നമ്മൾ വിടുമ്പോ ഇങ്ങനെ ഉച്ചത്തില് നമുക്ക് പാടാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ ശരീരബോധം ഉള്ളതുകൊണ്ട് നാമം ജപിക്കുമ്പോഴടക്കം നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് നാമം ജപിക്കുക, ആരെങ്കിലും കേൾക്കൂന്ന് പേടിച്ചിട്ട്. ഇവിടെ ശരീരബോധം പോയതോടുകൂടി ഭഗവാന്റെ മാഹാത്മ്യങ്ങള് ഉച്ചത്തിൽ ഇങ്ങനെ പാടുകയാണ്. ആ ശ്രീകൃഷ്ണനും ഗോപികളും ഒന്നിച്ചിട്ടുള്ള പാട്ടും നൃത്തവും ശരിക്കും പരിസരബോധം മറന്നുകൊണ്ടായിരുന്നു. ഒരുപാട് സമയം ഇങ്ങനെ നീണ്ടുപോയി എന്നാണ്. എന്താ പരിസരബോധം മറക്കുക എന്ന് വെച്ചാല് ശരീരാഭിമാനം ഇല്ലാത്തൊരവസ്ഥയില് എന്നാണ്. ഇങ്ങനെ ആ ഭഗവാന്റെ ആ ഭാവം വർണ്ണിക്കുക ഇവിടെ. ഉച്ചേർജകു നൃത്യമാന രക്തകണ്ഠ്യോ രതിപ്രിയ കൃഷ്ണാഭിപർശമുദിതം ഗീതേനേതമാവൃതം. ശരിക്ക് ആ നടനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് ആ മനോഹരമായിട്ടുള്ള കണ്ഠത്തോട് കൂടിയിട്ട് ഭഗവാനാൽ ശരിക്ക് അതായത് ഭഗവാനോടുകൂടി ചേർന്ന് ആ ആനന്ദവിശേഷം അനുഭവിച്ച് അധികം സന്തുഷ്ടരായിട്ട് ഉച്ചത്തിൽ പാട്ടുപാടി അവരുടെ ആ പാട്ട് ലോകം മുഴുവൻ വ്യാപിച്ചു എന്നാണ്. ലോകത്തില് എപ്പോഴും ഗാനം ചെയ്യപ്പെടുന്നു അതെന്നാണ്. പിന്നെ പറയുക അങ്ങനെ ഓരോരോ ഭാവത്തില് ഓരോ ഗോപസ്ത്രീകളും ഇങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഇങ്ങനെ പാടുകയാണ്. അപ്പൊ ഒരു ഗോപസ്ത്രീ പാടി കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്റെ പാട്ട് എന്നാണ്. അത് കഴിഞ്ഞ് അത് വേറൊരു ഗോപസ്ത്രീ ഏറ്റുപാടുകയാണ്. അപ്പൊ അവളെയും അനുമോദിക്കുകയാണ് ഭഗവാൻ. ഇങ്ങനെ ആ കാജൽ രാസപരിശ്രാന്ത വാശ്വസ്തസ്യ കഥാവൃത ജഗ്രാഹ ബാഹുനാസ്കന്ധം തദൽ വലയമല്ലിക. ഒരുത്തി ആ നൃത്തമൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുക. ആ നൃത്തവിശേഷ ക്ഷീണം വന്നെങ്കിൽ അവൾ നൃത്തമൊന്നും നിർത്തണില്ല. ഇപ്പോ നൃത്തത്തിന്റെ പ്രഭാവം കൊണ്ട് ശരീരത്തെ മറന്നിട്ടേ ഇപ്പൊ എന്താ ആ കയ്യിലെ വളകൾ ഊരിപ്പോണു, ആ തലമുടി അഴിഞ്ഞു വീഴണു, അതിൽ കെട്ടിവെച്ച മുല്ലപ്പൂവൊക്കെ താഴെ വീഴണു. അതുപോലെ തന്നെ ആ തരത്തിൽ അവള് ശരീരത്തെ ഇങ്ങനെ മറക്കുകയാണ്. അതുപോലെ അവളോ ശരിക്കും വല്ലാണ്ട് ക്ഷീണം തോന്നിയപ്പോ ഭഗവാന്റെ അതായത് ആ തോളില് ഇങ്ങനെ തല ചായ്ച്ചു വെച്ചുകൊണ്ട് ഭഗവാനോടുകൂടി നിൽക്കുകയാണ്. അതിലൊരുത്തി തന്റെ തോളിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള അതായത് ഭഗവാന്റെ കൈയെടുത്ത് തന്റെ തോളിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ ഭഗവാന്റെ കൈ നന്നായിട്ട് തലോട്ടി കൊടുക്കുകയാണ്. അങ്ങനെ അവള് പരമാനന്ദം അനുഭവിക്കുന്നു. വേറൊരുത്തിയാണെങ്കിലോ അതായത് ഭഗവാന്റെ കവിൾത്തടങ്ങള് ശരിയായിട്ട് ഇങ്ങനെ നോക്കുക, എന്നിട്ടോ ഒന്ന് തൊട്ട് തലോടുക, എന്നിട്ടോ സ്വയം അനുഭവിക്കുന്നത് പോലെ പിന്നെ ഭഗവാന്റെ ആ താമ്പൂലത്തെ അതായത് ഭഗവാന്റെ വായിൽ നിന്ന് സ്വീകരിച്ചിട്ട് താൻ അനുഭവിക്കുന്നതായിട്ട്. ഇതൊക്കെ ശരീരബോധത്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. പറ്റില്ല. അപ്പൊ ആ ശരീരബോധം എന്നേക്കുമായിട്ട് ശരീരാഭിമാനം നീങ്ങിയ ആ ഭാവത്തിലാണ് അവരതൊക്കെ ചെയ്യുന്നത്. നൃത്യന്തി ഗായതി കാജൽ പൂജൻ നോപുരമേഖല പാർശ്വസ്ഥ അച്യുതഹസ്താബ്ജം ശാന്താദാസ്തനയോ ശിവം. ആ നൃത്തം ചെയ്യുന്നു, ചിലര് പാട്ടുപാടുന്നു. അവര് ആ നൃത്തം ചെയ്യുമ്പോ ചിലമ്പുകളുടെ ശബ്ദം, അരഞ്ഞാണത്തിന്റെ ശബ്ദം. അപ്പോ ഭഗവാനോ ശരിക്കും ഇങ്ങനെ നോക്കുക. ഭഗവാന്റെ കൈകള് അവളെടുത്ത് തന്റെ ശിരസിലൊക്കെ വെക്കുകയാണ്. ആ ഭഗവാൻ ശരിക്ക് ഗോപ്യോ ലഭുതാച്യുതങ്കാന്തം ശ്രീയ ഏകാന്ത വല്ലഭം ഗൃഹീത ഖണ്ഡിതോഭ്യാം ഗായന്ത്യസ്തം വിജഹൃതേ.
ആ ലക്ഷ്മി വല്ലഭനാണ് അല്ലെ ഭഗവാൻ. ആ ഭഗവാനെ ഇപ്പൊ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കിട്ടിയ ആ ഗോപികള് ഭഗവാന്റെ ആ കരസ്പർശം കൊണ്ടും അതുപോലെ തന്നെ കടാക്ഷഭൂഷണങ്ങളെ കൊണ്ടും ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പാടിക്കൊണ്ടും അവര് ഭഗവാന്റെ കൂടെ സമയം പോയത് പോലും അറിയാണ്ട് ഭഗവാന്റെ കൂടെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനന്ദം അനുഭവിച്ച് ഭഗവാന്റെ ഇപ്പോ അതായത് ഓരോ ഗോപസ്ത്രീകളും അവരുടെ ശരീരത്തെ എങ്ങനെ മറന്നതോട് കൂടിയിട്ടോ വസ്ത്രം അഴിഞ്ഞു പോണത് അറിയുന്നില്ല, തലയിൽ ചൂടിയ പൂ അഴിഞ്ഞു വീഴുന്നത് അറിയുന്നില്ല, അതുപോലെ തന്നെ ആ മുടി അഴിഞ്ഞു വീഴുന്നത് അറിയില്ല. ഇപ്പൊ ഈ തരത്തിലാണ് അതൊന്നും ശരീരത്തെ ഇങ്ങനെ മറന്ന് ആ പരമാനന്ദം അനുഭവിക്കുമ്പോ അവിടെ ആ അതായത് ഗോപസ്ത്രീകളുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം, അരഞ്ഞാണിന്റെ ശബ്ദം ഇതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഇരിക്കുക. അതിന്റെ ഭഗവാനോടൊപ്പം അവരാ നൃത്തത്തിൽ അങ്ങനെ പങ്കുചേരുകയാണെന്നാണ്. അങ്ങനെ ഗോപികള് ഭഗവാന്റെ കൂടെ അങ്ങനെ നൃത്തം ഇങ്ങനെ ചെയ്ത് സമയം ഇങ്ങനെ പോവുക, പരിസരബോധമൊക്കെ മറന്നിട്ട് അങ്ങനെ പോവുകയാണ്. രമാനാഥനായിട്ടുള്ള ഭഗവാൻ തന്റെ കരസ്പർശം, കാരുണ്യ കടാക്ഷം, ആകർഷകമായിട്ടുള്ള പുഞ്ചിരി, ദിവ്യമായിട്ടുള്ള നൃത്തം ഇവയിലൂടെ ഗോപസ്ത്രീകളെ പരമാനന്ദത്തെ അനുഭവിപ്പിക്കുകയാണ്. ഭഗവാനും ഗോപികളും കൂടിച്ചേർന്നിട്ടുള്ള ആ രാസലീല വളരെ ദിവ്യമായിട്ടുള്ള അനുഭൂതിയെ ദേവന്മാർക്ക് പോലും സമ്മാനിച്ചു എന്നാണ് പറയണത്. പറയാണ് ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് സിദ്ധിച്ച ആ പരമാനന്ദത്തില് ഗോപസ്ത്രീകള് ശരിക്കും ആ ശരീരത്തെ പൂർണ്ണമായിട്ട് മറന്നൊരവസ്ഥ. എങ്ങനെയാണ് ഒരു യോഗി ആ യോഗാവസ്ഥയില് ശരീരത്തെ മറക്കണത്, അതുപോലെ ഇങ്ങനെ ആ കൃഷ്ണ വിക്രീഡിതം വീക്ഷ്യ മുമുഹു കേജരസ്ത്രീയ, കൃഷ്ണന്റെ ആ ഗോപസ്ത്രീകളുമായിട്ടുള്ള അതായത് ആനന്ദാനുഭവം കണ്ടപ്പോ വിമാനങ്ങളിൽ ഇരുന്ന് ദേവസ്ത്രീകൾ പോലും മോഹിച്ചു പോയി എന്നാണ്. മാത്രമല്ല നക്ഷത്രഗണങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഭഗവത് ലീല കണ്ടിട്ട് ആശ്ചര്യയുക്തനായിട്ട് തീരുകയാണ്. ചന്ദ്രനോ അവിടെ തന്നെ അത് നോക്കി നിന്നിട്ടേ ചലിക്കാൻ പോലും മറന്നു, നക്ഷത്രങ്ങൾ ചലിച്ചില്ല എന്നാണ്. കൃത്വാ താവന്തമാത്മാനം യാവതീൻ ഗോപയോഷിത രേമേശ ഭഗവാസ്താപിൽ ആത്മാ രാമോ വിലീലയാ. അറിയണം നോക്കൂ, ഭഗവാന് ഈ ആനന്ദത്തിന് വേണ്ടിയിട്ട് വേറൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മളാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്തിന്? അവർക്ക് ആനന്ദം ഉണ്ടാവും കളിപ്പാട്ടങ്ങളെ ആശ്രയിച്ചാന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ നമ്മളും വേറൊന്നിനെ ആശ്രയിക്കുന്നത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മറ്റൊരു വസ്തുവിൽ നിന്ന് അത് കിട്ടുന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മളൊക്കെ അതിന്റെ പിന്നാലെ പോണത്. ഭഗവാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ അത്? ഭഗവാൻ ആത്മാരാമനാ, ആത്മാവിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നിത്യാനന്ദ സ്വരൂപനാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ എന്താ ചെയ്തത്? എത്ര ഗോപസ്ത്രീകളുണ്ടോ തന്റെ ആത്മാവിനെ അത്രയും കൃഷ്ണരൂപം എടുത്തിട്ട് അവരോടൊപ്പം ലീലയായിട്ട് രമിക്കുകയാണ്. അപ്പൊ തന്റെ തന്നെ ആത്മാവായിട്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, തന്റെ അംശമായിട്ടുള്ള ആ ഗോപസ്ത്രീകൾക്ക് തന്റെ അതേ ഭാവം കൊടുത്തിട്ട്, കാരണം എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്രയും രൂപം സ്വീകരിക്കുക ഭഗവാൻ അതിന് പ്രയാസമൊന്നുമില്ലല്ലോ. നോക്കൂ, വൃന്ദാവനത്തിൽ വത്സസ്തേയം കഥ നമ്മൾ കേട്ടതാണ്. പശുക്കുട്ടികളായിട്ട് ഗോപക്കുട്ടികളായിട്ട് അവരണിഞ്ഞ ആഭരണങ്ങളായിട്ട് വസ്ത്രങ്ങളായിട്ട് കോലായിട്ട് കൊമ്പായിട്ടൊക്കെ മാറിയ ഭഗവാന് തന്റെ തന്നെ സ്വരൂപത്തെ വിഭിന്നങ്ങളാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായില്ല. എന്തുകൊണ്ടാ ഭഗവാൻ അനവധി രൂപം സ്വീകരിച്ചത്? ആ ഭഗവാൻ കാത്യായനി വ്രതം എടുക്കുന്ന ഗോപസ്ത്രീകളുടെ മുമ്പിൽ ചെന്നിട്ട്, അതായത് കാത്യായനി വ്രതത്തിൽ അവര് ഭഗവാൻ തന്റെ പതിയായിട്ട് വരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അഭീഷ്ടം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ തന്റെ വാക്കിനെ സത്യമാക്കാനായിട്ട് ഓരോ സ്വരൂപം സ്വീകരിച്ച് ഓരോരോ ഗോപസ്ത്രീയെയും പ്രത്യേകം രമിപ്പിച്ചു എന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്ത്രീ പുരുഷ സംഭോഗമല്ല ഇത് എന്ന് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആത്മാരാമനായിട്ടുള്ള ഭഗവാന് സ്ത്രീയിൽ നിന്നുള്ള ഒരു ആനന്ദം അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യോഗമായ കൊണ്ട് തന്റെ ശരീരത്തെ പലതാക്കി യോഗമായി ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ രാസക്രീഡയ്ക്ക് ഒതുങ്ങിയത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ യോഗമായ വൈഭവം കൊണ്ട് തന്റെ ശരീരത്തെ പലതാക്കി. അവിടെ 110 കോടി ഗോപികൾ ഉണ്ടായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? ജനസംഖ്യ കണക്കാക്കിയപ്പോ അത്രയൊന്നും ഉണ്ടാവില്ലവോ ഭാരതത്തിലൊട്ടാകെ? ഇവിടെ എത്രയൊക്കെ ജീവന്മാരുണ്ടോ അത്രയും ജീവന്മാര് എന്നാണ് അതേകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ 110 കോടി കൃഷ്ണന്മാരും ഉണ്ടായി. അവരുടെ ആഗ്രഹപ്രകാരം അവരെ ലീലയായിട്ട് ഓരോരുത്തരെയും പ്രത്യേകം ആനന്ദം അനുഭവിപ്പിക്കുകയാണ്.
അതായത് പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെ മാത്രം ആശ്രയിച്ച് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത 110 കോടി ജീവാത്മാക്കളുടെയും ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവർക്ക് ആത്മാനന്ദ നിർവൃതി കൊടുത്തു എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്നാണ്. എല്ലാവരിലും ഉള്ളത് അല്ലേ. ഇപ്പൊ ഇതിനൊരു ഉപമ പറയണത്, അതായത് ഈ മറ്റേ 4 പുറവും കണ്ണാടി പതിച്ച ഒരു മുറി, 4 പുറവും ചുമരിലൊക്കെ കണ്ണാടി പതിച്ചിരിക്കുക. അപ്പൊ ആ മുറിയിലേക്ക് ഒരു 3 വയസ്സായിട്ടുള്ള കുട്ടിയെ അങ്ങ് കടത്തിവിട്ട എന്താ അവൻ കാണുക? 4 പുറവും അവന്റെ പ്രതിബിംബങ്ങൾ ധാരാളം കാണും. അപ്പോ അവനെന്താ വിചാരിക്കുക? ഇന്ന് എനിക്ക് ധാരാളം കൂട്ടുകാരെ എനിക്ക് കളിക്കാൻ കിട്ടിയതിന് സന്തോഷം അവന്റെ മുമ്പില്. അപ്പൊ അവനെന്ത് ചെയ്യും? ഒരു പ്രതിബിംബത്തിന്റെ അടുത്ത് ചെന്ന് അതിന്റെ കൈക്ക് പിടിക്കാൻ നോക്കും, വേറൊരു പ്രതിബിംബത്തിന് ഒരു ഉമ്മ കൊടുക്കാൻ നോക്കും, വേറൊരു പ്രതിബിംബത്തെ കെട്ടിപ്പിടിക്കാൻ നോക്കും, വേറൊരു പ്രതിബിംബത്തെ ശരിക്ക് ആ തലയിൽ തൊടാൻ നോക്കും. ഇതുപോലെയാണ് ഭഗവാനും ഓരോരോ ഗോപസ്ത്രീകൾക്ക് എന്താണോ താല്പര്യം ആ ഭാവത്തില്, അതായത് ബിംബസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്റെ തന്നെ പ്രതിബിംബ സ്വരൂപികളായിട്ടുള്ള ഗോപികളെ, അപ്പൊ തന്റെ തന്നെ പ്രതിബിംബങ്ങളാണ്. ആ ബിംബം അവിടെ ഉണ്ട്, പക്ഷെ അതായത് പ്രതിബിംബങ്ങള് പലതായിട്ട് നമുക്ക്, കാരണം പ്രതിബിംബിക്കുന്ന തലങ്ങൾ ഒരുപാട് ശരീരമുണ്ട്. അപ്പൊ ആ ശരീരങ്ങളുടെ ഉള്ളിൽ പ്രതിബിംബിക്കുന്നത് ആരാ? ആത്മാവായിട്ടുള്ള ഭഗവാൻ. അപ്പൊ ഈ നിലയില് അവർക്ക് ആ ആനന്ദത്തെ കൊടുക്കുകയാണെന്നാണ്. താസാമതി വിഹാരേണ ശ്രാന്താനാം വദനാനിസ പ്രാമൃതൽ കരുണപ്രേമണ ചന്ദമേന അംഗപാണിന. ഇവിടെ ഭഗവാനുമായിട്ട് കുറച്ചു നേരം അതായത് ആനന്ദം അനുഭവിച്ചപ്പോഴേ ആ ഗോപസ്ത്രീകൾക്ക് വല്ലാത്തൊരു അതായത് ഒക്കെ ഒരു എല്ലാം മറന്ന ഒരവസ്ഥ. ഇപ്പോ ശരീരത്തിൽ വേർപ്പുതുള്ളികൾ അണിഞ്ഞിട്ടുണ്ട് കരുണാശാലിയായിട്ടുള്ള ഭഗവാൻ. പിന്നെ അവരുടെ ശരീരത്തിലെ വേർപ്പുതുള്ളികളെയൊക്കെ തുടച്ചു മാറ്റണോ. പിന്നെ ഭഗവാന്റെ കരസ്പർശം ഏറ്റപ്പോഴേ സന്തോഷവതികളായിട്ടുള്ള ആ ഗോപികള് ശരിക്ക് ആ സ്വർണ്ണകുണ്ടലങ്ങളുടെയും തലമുടിയെയും കാന്തിയാൽ വിളങ്ങുന്ന ആ കവിൾത്തടങ്ങളോടും അമൃത സമാനമായിട്ടുള്ള മന്ദഹാസത്തോടും അതുപോലെ കടാക്ഷം കൊണ്ടും ആ ഭഗവാനെ സൽക്കരിച്ചു ശരിയായിട്ട്. ഒരു അതായത് അവർക്ക് ഏതൊക്കെ തരത്തിൽ വേണം അതിനനുസരിച്ച് അതുപോലെയൊക്കെ ഭഗവാനെ സൽക്കരിക്കുകയാണ്. ആ ഭഗവാൻ അവരുടെ ആ മന്ദഹാസം സൽക്കാരമായിട്ട് തോന്നി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ആ ഗോപികളോ ഭഗവാന്റെ പുണ്യകരമായിട്ടുള്ള ആ ലീലകളെ ധ്യാനം ചെയ്യുകയാണ്. ആ ഭഗവാന്റെ ആ അംഗസംഗ നിർവൃതി കൊണ്ട് ഇപ്പോ ആ അവരുടെ ശരീരം തന്നെ രോമാഞ്ച ഭാവത്തിൽ എത്തിയിരിക്കുന്നു. എല്ലാം മറന്ന് ശരിക്കിപ്പോ അവരുടെ ഇടയിൽ ഗോപികളോട് ചേർന്ന് ഗന്ധർവ ശ്രേഷ്ഠന്മാരെ പോലെയുള്ള വണ്ടിൻകൂട്ടങ്ങളാൽ പിന്തുടരപ്പെട്ടും അതായത് ഇത്രയും നേരം ഭഗവാനോടൊപ്പം പാടിയിട്ടും കളിച്ച് ശരീരത്തിനൊക്കെ ഒത്തിരി ക്ഷീണം. അപ്പോഴോ ഭഗവാൻ ശരിക്ക് ആ ഒരു പിടിയാനകളുടെ കൂടെ കൊമ്പനാന ചേർന്ന് എങ്ങനെയാണോ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ക്രീഡിക്കുക, അതുപോലെ യമുനാ നദിയിലേക്ക് ഇറങ്ങിയിട്ട് ഭഗവാൻ തന്നെ ആ ആത്മരതിയോട് കൂടി ഇരിക്കുന്നവനാണ് ഭഗവാൻ അല്ലേ. ശരിക്ക് അങ്ങനെയുള്ള ആളാണെങ്കിലും ആ കൃഷ്ണൻ അതായത് തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും കൃഷ്ണൻ ഈ പിടിയാനകളോടൊത്ത് ക്രീഡിക്കുന്ന ഗജേന്ദ്രനെ പോലെ ആ ഗോപസ്ത്രീകളോടൊത്ത് ജലക്രീഡ നടത്തുകയാണ്. ചുറ്റും നിന്ന ഗോപികള് ഭഗവാന്റെ ശരീരത്തിലേക്ക് ജലമൊക്കെ ഇങ്ങനെ തേവി നനയ്ക്കുക. അതോടൊപ്പം ആ കടാക്ഷവീക്ഷണങ്ങളൊക്കെ ഭഗവാനോട് ചെയ്യുക. ആ ജലക്രീഡ കണ്ടുകൊണ്ട് ആകാശത്തിൽ വിമാനത്തിലിരിക്കുന്ന ദേവഗണങ്ങള് പുഷ്പവൃഷ്ടി നടത്തുകയാണ്, സ്തുതിക്കുകയാണ്, ഭഗവാന്റെ ദിവ്യ ലീലകളെ പാടി പുകഴ്ത്തുകയാണ്. അങ്ങനെ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മതയാന പൊടിയാനകളോടെന്ന പോലെ ആ ഗോപസ്ത്രീകളാലും ചുറ്റപ്പെട്ട, അതായത് വണ്ടുംകൂട്ടത്താലും ഗോപസ്ത്രീകളാലും ചുറ്റപ്പെട്ടവനായിട്ട് കരയിലും വെള്ളത്തിലും ആ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പുഷ്പങ്ങളുടെ ഗന്ധം നിറഞ്ഞിരിക്കുന്ന വായു വീശുന്ന യമുനാ തീരത്തിലെ വനങ്ങളില് ശ്രീകൃഷ്ണൻ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ ഏവം ശശാങ്കാംശ വിരാജിതാനിശ സ സത്യകാമോന്നതാബലാഗണ ത്രിശേവ ആത്മന്യപരിസൗരത സർവ ശരൽ കാവ്യരഥ കഥാരഥാശ്രയ. ഇപ്പോ ഈ അതായത് ഇതിൽ യാതൊരു തരത്തിലുള്ള അപകടവും തോന്നണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാവം ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പോ ആ ചന്ദ്രകിരണങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും ശരൽക്കാലത്തെയും അതിലെ രാത്രികളെയും ഉദ്ദേശിച്ച് കവികള് ഏതേത് വിധത്തില് കഥകളും രസങ്ങളും ഗാനം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ഭൂതമായിരിക്കുന്ന വിവിധ തരം ലീലകള് ഭഗവാൻ എല്ലാ രാത്രികളിലും അവിടെ നടത്തിയിട്ട് ഗോപസ്ത്രീകൾക്ക് പരമാനന്ദം കൊടുത്തു എന്നാ പറയുന്നത്.
അപ്പൊ ഇപ്പോഴും അവിടെ വൃന്ദാവനത്തുനിന്ന് കുറച്ച് മഹാത്മാക്കളെ ആശ്രമത്തിൽ വന്നിരുന്നു. അപ്പൊ അവരില് ഒരു 2-3 പേര് സ്വാമിജിയുടെ അടുത്തിരുന്ന് പറഞ്ഞതാ, അത് ഞാൻ കേട്ടതുമാണ്. എന്താ പറഞ്ഞത്? ഇപ്പോഴും അവിടെ ഈ രാസലീലയുടെ ഭാവം ശരിക്കും ആ സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം എന്നാണ്. അപ്പൊ എപ്പോഴും ആ ജീവന്മാർക്ക് ഭഗവാൻ തന്റെ തന്നെ ആയിട്ടുള്ള ആത്മാനന്ദത്തെ കൊടുത്ത് ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ആ ആത്മാവിൽ തന്നെ രമിക്കുന്നവരും സത്യസങ്കല്പനമായിട്ട് ശ്രീകൃഷ്ണൻ തന്നിൽ അനുരക്തകളായിട്ടുള്ള ആ സ്ത്രീകളോടൊപ്പം ശരിക്ക് ആനന്ദ നൃത്തം ചെയ്യുകയാണ്. പക്ഷെ ആ ആനന്ദം അവരൊക്കെ അനുഭവിക്കുന്നുവെങ്കിലും ഭഗവാന് ഇപ്പൊ അവരെ ആശ്രയിച്ചിട്ട് ഒരു ആനന്ദം പുതിയതായിട്ടൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. കാരണം ഭഗവാൻ നിത്യാനന്ദ സ്വരൂപനാണ്. അപ്പോ ശരിക്കും പ്രാകൃതമായിട്ടുള്ള രതി സുഖത്തെ അല്ലെങ്കിൽ ശാരീരിക സുഖത്തെ തന്നിൽ തന്നെ അടക്കി വെച്ചിരിക്കുക, അവരോധിച്ചിരിക്കുകയാണ്. അതായത് ഭൗതികമായിട്ടുള്ള രീതിയിലുള്ള ആ സുഖങ്ങളെയൊക്കെ ആത്മാവിൽ ശരിക്ക് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പോ ഈ തരത്തിൽ അപ്പൊ എന്താ നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഈ സാധാരണ ആ ശാരീരികമായിട്ടുള്ള ഭോഗക്രിയ അല്ല അത് എന്നാണ്. അതിനെ തന്നെ ശരിക്കും തന്റെ ഉള്ളിൽ അടക്കിയിട്ട് ഗോപസ്ത്രീകൾക്ക് പരമാനന്ദം കൊടുക്കുകയാണ്. അപ്പൊ ആ ശാരീരികമായിട്ടുള്ള ഭാവത്തെയൊക്കെ ഭഗവാൻ ആത്മഭാവത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഗോപസ്ത്രീകൾക്ക് ആത്മാനന്ദത്തെ അനുഭവിപ്പിക്കുകയാണ്. അപ്പൊ രാസക്രിയയെ കുറിച്ചുള്ള അശ്ലീലമായിട്ടോ അസന്മാർഗികമായിട്ടോ ഉള്ള സംശയങ്ങളും ഒന്നും ആർക്കും ഇല്ലാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ശ്ലോകം അല്ലെ. ഭഗവാൻ ആത്മന്യവരുദ്ധ സൗരഥനായിട്ടാണ്, അതായത് ആത്മാവിൽ തന്നെ ആ ഭൗതിക ഭാവത്തെയൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഭഗവാൻ രമിച്ചത് എന്നാണ്. ഈ സൗരഥം എന്നൊക്കെ പറഞ്ഞ പ്രാകൃതമായിട്ടുള്ള ശാരീരിക സുഖങ്ങളാണ്. അതായത് ആ ഭാവത്തെ ആത്മാവിൽ തടഞ്ഞു വെച്ചു, പ്രാകൃത ഭാവങ്ങളെയൊക്കെ. കാരണം ഈ ആത്മാനന്ദത്തെക്കാൾ വലിയൊരു ആനന്ദമില്ല. ആത്മാനന്ദത്തിൽ സദാ രമിക്കുന്ന ഭഗവാന് പ്രാകൃത സുഖങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് മറ്റു സുഖങ്ങളെയൊക്കെ ആത്മാവിൽ തടഞ്ഞ് അവിടെ രോധിച്ചു വെച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ രാസരീതിയുടെ ശരിക്കു പറഞ്ഞ മർമ്മമാണ് ഈ ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി തരുന്നത് എന്നാണ്. ഇങ്ങനെ ആ ആത്മാനന്ദം അനുഭവിക്കേണ്ട ഗോപസ്ത്രീകള് എന്നാണ്. ഇപ്പോ ഈ തരത്തില് രാസക്രീഡ ശരിയായിട്ട് അനുഭവിക്കുകയാണ്. നോക്കൂ, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണ്ണാടി പതിച്ച മുറിയിലേക്ക് കുട്ടിയെ കടത്തി വിട്ടാൽ ആ കുട്ടി ചുറ്റും കാണുന്ന തന്റെ പ്രതിബിംബമായിട്ട് കളിക്കുന്നത് പോലെ ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഭഗവാന്റെ ഗോപികളോട് ഒരുമിച്ചുള്ള രാസക്രീഡയും. അതുപോലെ ഈ മുറിയിലേക്ക് പ്രവേശിച്ച കുട്ടി ഒന്നേ ഉള്ളൂ. അപ്പോ ആ കുട്ടിയുടെ പ്രതിബിംബങ്ങളാണ് കണ്ണാടിയിൽ കാണുന്ന മറ്റു കുട്ടികളൊക്കെ. ഇതുപോലെ ഭഗവാൻ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ. ആ ഭഗവാന്റെ പ്രതിബിംബങ്ങളാണ് ഓരോ ശരീരത്തിലും വേറെ വേറെ ആയിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന്മാര്. അപ്പൊ തന്റെ തന്നെ പ്രതിബിംബങ്ങളാകുന്ന ജീവന്മാരായിട്ടുള്ള ഗോപികളോട് ഒന്നിച്ച് ഭഗവാന്റെ അലൗകികമായിട്ടുള്ള ലീലയാണ് ഈ രാസക്രീഡ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ ആ ഭഗവത് സ്പർശ നിർവൃതിയിൽ മുഴുകിയ ഗോപികള് ശരീരത്തെ മറന്നു, ശരീരത്തിന്റെ ഭാവനകളൊന്നും അറിഞ്ഞില്ല. വസ്ത്രം കിഴിഞ്ഞു പോണത് പോലും അവരറിയണില്ല. ആകാശത്തിലോ ജ്യോതിർഗോളങ്ങളോട് കൂടിയിട്ടുള്ള ചന്ദ്രൻ അത്ഭുത സ്തബ്ധനായിട്ട് തീർന്നു. ഈശ്വരാനുഭൂതി കൊണ്ട് നിർമ്മതകളായിട്ടുള്ള ഗോപസുന്ദരിമാര് ശ്രീകൃഷ്ണന്റെ ആ മഹിമകളെ വീണ്ടും വീണ്ടും ഉച്ചത്തില് പാടുകയാണ്. ഈ ഭാവം കണ്ടപ്പോഴേ ഇതിന് പിന്നെ പറയുന്നുണ്ട്, ലക്ഷ്മി ദേവിക്ക് പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനേക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ള അനുഭവമാണ് ആ ഗോപസ്ത്രീകൾക്ക് കിട്ടിയത്. കാളിന്തി തുടങ്ങിയ ജലക്രീഡ, പിന്നെ രാസക്രീഡ, ഇങ്ങനെ പല ലീലകളിലൂടെ ഗോപസ്ത്രീകളെ പരമാനന്ദാനുഭൂതിയിൽ ലയിപ്പിച്ചു. അതോടുകൂടെ പ്രഭാതമായപ്പോഴോ ആ ഗോപസ്ത്രീകളൊക്കെ അവരുടെ വീട്ടുകളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. പക്ഷേ ഗോപന്മാർക്കാണെച്ചാലോ എല്ലാ സമയത്തും തന്റെ പത്നിമാര് അവരവരുടെ വീട്ടുകളിൽ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണനോട് യാതൊരു തരത്തിലുള്ള വിരോധവും അവർക്ക് തോന്നിയതുമില്ല എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? അവര് ശരീരം കൊണ്ടല്ല പോയിരിക്കുന്നത്, ആത്മാഭാവത്തിലാണ്, ജീവഭാവത്തില്. അപ്പൊ അവരനുഭവിച്ച ആത്മാനന്ദമാണ്. അതിന് യാതൊരു തർക്കവും വേണ്ട. ശരീരം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ കാണില്ല. പക്ഷെ അവരവിടെ ഉള്ളതായിട്ടാണ് അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ തോന്നിയത് എന്നാണ്. ഇത്രയും കേട്ടപ്പോ ശ്രീ പരീക്ഷത്തൊരു ചോദ്യം ചോദിക്കുക. പരീക്ഷത്തിന് സംശയം ഉണ്ടായിട്ട് ചോദിച്ചതല്ല. ഭാവിയിൽ ഇത് പഠിക്കുന്ന നമ്മളെ പോലുള്ള പ്രാകൃതന്മാർക്ക് ചിലപ്പോൾ ചില സംശയം തോന്നിയേക്കാം. അപ്പൊ അതില്ലാതിരിക്കണം. അല്ലാണ്ട് പരീക്ഷത്തിന് സംശയം തോന്നിയെന്ന് വെച്ചാൽ അത്
അത് കുറച്ച് വിചിത്രമായിട്ട് തോന്നുക. പക്ഷെ പരീക്ഷത്തിലൂടെ നമ്മുടെ സംശയത്തെ വ്യാസൻ ചോദിപ്പിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗതപതി ജഗതീശ്വര. അപ്പോ ലോകനാഥനും ലോകത്തിന്റെ പാലകനുമായിട്ടുള്ള ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ അതായത് നശിപ്പിക്കാനുമാണ് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ആണ് അവിടുന്ന് ഗീതയിലും പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ. അങ്ങനെയാണ് എന്ത്? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരീരം സ്വീകരിക്കുന്നത്, അവതാരം സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ സകതം ധർമ്മസേതൂനാം വക്ത കർത്താഭിരക്ഷിത പ്രദീപമാചരൽ ബ്രഹ്മൻ പരതാരാഭിമരിശനം. തന്നെയോ ബ്രഹ്മഋഷേ, ധർമ്മമര്യാദകളുടെ വക്താവും കർത്താവുമായിട്ടുള്ള ഭഗവാൻ ധർമ്മത്തെ ഉപദേശിക്കുകയും ആചരിക്കുകയും രക്ഷിക്കുകയും ചെയ്യേണ്ട ആളാണ്. ആ ഭഗവാൻ ആ സ്ഥിതിക്ക് ധർമ്മസ്വരൂപനായിട്ടുള്ള അവിടുന്ന് പരസ്ത്രീകളുമായിട്ട് രമിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇതെന്താ അതിന് കാരണം? എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവൻ ആപുതകാമോ യദുപതി കൃതവാൻ വൈ ജുഗുപ്സിതം കിം അഭിപ്രായം ഏതെന്ന സംശയം ചിന്തി സുഹൃത. പറയാണ്, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവൻ സ്വയം തൃപ്തനുമായിട്ടുള്ള ഭഗവാൻ എന്തുദ്ദേശം കൊണ്ടാണ് നിന്ദ്യമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ കാരണം? എന്റെ സംശയം അവിടുന്ന് തീർത്തു തരണേ എന്നാണ്. അപ്പൊ ആ സംശയം നമുക്കൊക്കെ തോന്നാം. അതുകൊണ്ട് പരീക്ഷത്തിലൂടെ അത് ചോദിപ്പിച്ചതാണ്. ഇത് കേട്ടപ്പോ അതിന് മറുപടി പറഞ്ഞു ശുക മഹർഷി. എന്താ? അതായത് ധർമ്മം വ്യതിക്രമോ ദൃഷ്ട ഈശ്വരാണാം ച സാഹസം തേജീയസാം ദോഷായ വന്നേ സർവഭുജോ യഥ. പറയാണ്, നോക്കൂ, ഈ അഗ്നിയില് നമ്മള് ദേവന്മാർക്കുള്ള ഹവിസ് ഹോമിക്കാറുണ്ട്, അല്ലെ? അതുപോലെ ജീവൻ പോയ ശരീരം എവിടെയെ കൊണ്ടിടുക? അതും അഗ്നിയില, അല്ലേ? അപ്പൊ അഗ്നി ഹവിസും ദഹിപ്പിക്കാറുണ്ട്, ശവശരീരങ്ങളെയും ദഹിപ്പിക്കാറുണ്ട്. ഈ ഹവി ഒരു ശുദ്ധി ഉണ്ടാവാറില്ല. അതിനെന്താ കാരണം? അഗ്നി നമ്മുടെ ദൃഷ്ടിയിലുള്ള ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ശരീരാഭിമാനം ഉള്ള സമയത്തെ ധർമാധർമ്മ ചിന്തയുള്ളൂ. ഉറക്കത്തില് നമുക്ക് ധർമാധർമ്മ ചിന്ത ഉണ്ടോ? ഇല്ല. അതിന് കാരണം സുഷുപ്തിയിൽ നമ്മള് ശരീരത്തെ മറക്കുന്നത് കൊണ്ടാണ്. താൻ ആത്മാവാണ് എന്ന അനുഭവം വന്നവർക്ക് ശരീരാഭിമാനം ഉണ്ടാകില്ല. അതുകൊണ്ട് അവർക്ക് ധർമാധർമ്മ ചിന്തയും ഇല്ല. നോക്കൂ, ഭാഗവതത്തിന് മുമ്പ് പറഞ്ഞ കഥകള്, ദത്താത്രേയ അവധൂതന്റെ കഥ, അങ്ങനെയുള്ള ഭഗവാൻ ധർമ്മങ്ങൾക്ക് അതീതനാ. കാരണം ഋഷഭദേവനെയും ജഡഭരതനെയും അതുപോലെ ദത്താത്രേയ അവധൂതനെ പോലുള്ള മഹാത്മാക്കൾ പോലും ജ്ഞാനം കൊണ്ട് ശരീരാഭിമാനം നീങ്ങിയ ആൾക്കാരാണ്. അവർക്ക് പോലും ധർമാധർമ്മ ചിന്തയില്ല ഇരിക്കെ, അവര് ആ ധർമാധർമ്മങ്ങൾക്ക് അതീതരായിരിക്കെ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാന് ധർമാധർമ്മങ്ങൾ ബാധിക്കുവോ? അപ്പൊ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കാതെ കൃഷ്ണൻ പരസ്വീകാര്യം ചെയ്തില്ലേ, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്ന് തോന്നി അതിനെ ആചരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും തമോ ഗുണം വളർന്ന് അധപ്പതിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനൊരു ഉദാഹരണം എന്താ പറഞ്ഞിരിക്കുന്നത്? പരമേശ്വരന് കാളകൂടം കുടിക്കാം, കുഴപ്പമൊന്നുമില്ല, അല്ലെ? ഭഗവാൻ തന്റെ ഘട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തി. പക്ഷെ നമ്മൾ കാളകൂടം കഴിച്ച് എന്ത് പറ്റും? ഇതുപോലെയാകും എന്ന് പറയുകയാണ്. നോക്കൂ, മഹാത്മാക്കള് പറയുന്ന കാര്യങ്ങള് അത് പ്രമാണമാണ്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അവര് ചെയ്തതുപോലെയൊന്നും നമ്മൾ ചെയ്യാൻ പോണ്ട. ഇവിടെ ഗോപികളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും അതുപോലെ സകല ജീവജാലങ്ങളുടെയും ഉള്ളില് അന്ത്യജിയാമിയായിട്ട് വടങ്ങുന്ന പരമാത്മാവാണ് ശ്രീകൃഷ്ണ സ്വരൂപേണ ശരീരം സ്വീകരിച്ചവനെ പോലെ തോന്നുന്നത്. ഇപ്പൊ നമ്മള് സമുദ്രത്തിന്റെ തീരത്ത് ചെന്നാൽ ഓരോ തിരമാലയുടെ അകത്തും പുറത്തും സമുദ്രജലം വ്യാപിച്ചിരിക്കുന്നത് പോലെ ഗോപികളുടെയും സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ. സമുദ്രത്തിൽ നിന്ന് വേറെയായിട്ട് തിരമാലകൾക്ക് നിലനിൽപ്പില്ല. അതുപോലെ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഗോപികൾക്കും സത്യത്വമില്ല. നോക്കൂ, തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനെയല്ലേ പരം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ സംബന്ധിച്ച് സ്വ എന്നാ പരാന്നില്ല. എന്താ ഇവിടെ ശാസ്ത്രം പറയണത്? സർവം ഖല്ലിദം ബ്രഹ്മ. എല്ലാ ആഭരണങ്ങളും സ്വർണം വന്നതുപോലെ ഈ പ്രപഞ്ച വസ്തുക്കളായിട്ട് പ്രതിഭാസിക്കുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ്.
ഇതാണ് വേദത്തിന്റെ വചനം. അപ്പൊ സമുദ്രത്തിന്റെ ദൃഷ്ടിയില് ജലത്തിൽ നിന്ന് അന്യമായിട്ട് തിരമാലയില്ല. അതുപോലെ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല. ആ സ്ഥിതിക്ക് ഭഗവാനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ പരസ്ത്രീ കാര്യം അതായത് ശരിയാവുക? നമുക്കിവിടെ ആ ഒരേ സമയത്ത് 110 കോടി ആ ഗോപസ്ത്രീകളെയും രമിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് 110 കോടി സ്വരൂപം സ്വീകരിച്ചിട്ട് അവരെ രമിപ്പിച്ചു എന്ന് പറയുമ്പോ കൃഷ്ണൻ അതിമാനുഷ്യനാണ് എന്ന് വ്യക്തമാകണില്ലേ? അല്ലെ? അപ്പൊ പിന്നെ സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഭഗവാന്റെ വാക്കുകളെ പ്രമാണമാക്കുക, ആ പ്രവൃത്തികളെ അനുകരിക്കാതിരിക്കുക. ഇന്നിപ്പോ രാസലീല പലയിടത്തും അനുകരിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ അത് പ്രത്യേകം പറയേണ്ടത് അനുകരിക്കാൻ പാടില്ല എന്നാണ്. നോക്കൂ, ഭഗവാന്റെ ഭാവം എന്താ? ഈ പൂതനാവധം, തൃണാവർത്തവധം, അകാസുരമോക്ഷം, അല്ലെ, കാളിയമർദ്ദനം, കാട്ടുതീപ, ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോ അസാധാരണമായിട്ടുള്ള അലൗകികമായിട്ടുള്ള ഭാവത്തില്, ഈശ്വരീയമായിട്ടുള്ള ഭാവത്തില് അമാനുഷ്യനായിട്ടുള്ള ഭഗവാൻ ചെയ്ത കാര്യങ്ങളാ. അതിനെ നമ്മൾ ചെയ്യാൻ പുറപ്പെടാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇപ്പൊ അവരെ സംബന്ധിച്ച് ദേഹഭാവന ഇല്ലാത്തത് കൊണ്ട് കുശലാചരിതേനേഷാമിഹ സ്വാർത്ഥോ ന വിദ്യതേ വിപരീയേണ വാനർത്ഥോ നിരഹങ്കാരിണാം പ്രഭോ. അല്ലയോ രാജാവേ, ശരീരാഭിമാനം ഇല്ലാത്തവരും അഹങ്കാരവും ഇല്ലാത്തവരുമായിട്ടുള്ള ഈശ്വരന്മാരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ലോകത്തിനോ ഈ ലോകത്തിലോ പരലോകത്തിലോ എന്തെങ്കിലോ അതായത് ഗുണം ഉണ്ടാകുക, വിപരീത കർമ്മങ്ങളെ കൊണ്ട് ദോഷം ഉണ്ടാവുക, അതൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോ അതുകൊണ്ട് ആ ഭഗവാന് പുണ്യഭാവം ബന്ധമൊന്നുമില്ല. അത് നമ്മളെ സാധാരണക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഭഗവാൻ അതിനൊക്കെ അതീതനായത് കൊണ്ട് ഭഗവാന്റെ ധർമാധർമ്മ ഭാവങ്ങളും ഇല്ല. ഈശ്വരന്റെ അധീനതയിൽ ഇരിക്കുന്നവരൊക്കെ ഈശ്വരന്റെ നിയമത്തെ അനുസരിച്ച് കഴിയുന്ന ആളുകളാണ്. അതുപോലെ നിരഹങ്കാരികളായിട്ടുള്ള ജീവൻ മുക്തന്മാരും ഈശ്വരനാൽ നിയമിതന്മാരാണ്. അവർക്ക് ആ ജീവൻ മുക്തന്മാർക്ക് പോലും പുണ്യഭാവങ്ങളുടെ ചർച്ചയില്ല. അങ്ങനെ ഇരിക്കെ സകല ജീവജാലങ്ങളുടെ നിയന്താവായിട്ടിരിക്കുന്ന കൃഷ്ണന് പുണ്യഭാവ സംബന്ധം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ്. ഏതൊരു ഭഗവാന്റെ പാദ പങ്കജരജ പങ്കജ പരാഗ നിഷേവതൃപ്ത യോഗ പ്രഭാവ വിദുത അഖില കർമ്മബന്ധ സ്വൈരഞ്ജരന്തി മനയോ വിനഹ്യമാനസ്തേച്ചയാത്തവപുഷക്കുതൈവബന്ധ. അറിയാണ്, ഏതൊരു ഭഗവാന്റെ പാദപങ്കജത്തിലെ പൊടികൾ സേവിക്കുന്നത് കൊണ്ട് സംതൃപ്തരായിരിക്കുന്നവരും അതുപോലെ യോഗപ്രഭാവം കൊണ്ട് സമസ്ത കർമ്മബന്ധങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നവരും ജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരും കൂടെ കർമ്മബന്ധത്താൽ ബന്ധിക്കപ്പെടാത്തവരായിട്ട് സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് സ്വേച്ഛയാ മനുഷ്യരൂപം സ്വീകരിച്ച് വിഹരിക്കുന്ന ഭഗവാന് കർമ്മബന്ധം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ആ എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണ്. അവിടെ പരന്നുള്ള ഒരു ഭാവമില്ല, എല്ലാം സർവം ഖണ്ഡിതം ബ്രഹ്മ. അപ്പൊ ആ നിലയിലാണ് നമ്മൾ ഈ രാസക്രീഡയെ നോക്കി കാണേണ്ടത്. അതായത് നമ്മൾ ഈ ശരീരാഭിമാനത്തെ വിടണം, അല്ലേ? ഭഗവാനെ സംബന്ധിച്ച് പരസ്ത്രീ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ശരീരാഭിമാനത്തോടുകൂടി നോക്കുമ്പോഴാണ് കൃഷ്ണനെ പുരുഷനായിട്ടും ഗോപികളെ സ്ത്രീകളായിട്ടും കണക്കാക്കുന്നത്. അപ്പൊ ശരീരത്തെ വിസ്മരിച്ച് ആത്മസ്വരൂപണം നോക്കണവർക്കോ സച്ചിദാനന്ദ സമുദ്രമായിട്ടുള്ള ഭഗവാൻ തൻ്റെ തന്നെ തിരമാലകളായിട്ടുള്ള ഗോപികൾക്ക് തന്നോടുള്ള ഏകീഭാവത്തെ നൽകി അനുഗ്രഹിച്ച ദിവ്യ ലീലയാണ് രാസക്രീഡ. പിന്നെ അത് മനസ്സിലാക്കാം. പിന്നെ ഈ രാസക്രീഡ നടക്കുമ്പോൾ ഭഗവാൻ കുഞ്ഞുകുട്ടിയെ ഒരു 7 വയസ്സ് പ്രായം തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ അവിടെ ശൃംഗാരത്തിന്റെ ഭാവത്തിന് വല്ല താല്പര്യം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ ഈ രാസലീലയെ നമ്മള് ശരിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ആ ശ്രദ്ധയോടുകൂടി കേൾക്കുക, വർണ്ണിക്കുക. ഇവിടെ പറയുന്നുണ്ട്, വിക്രീഡിതം പ്രജപതോ ബിരുദഞ്ച ഉഷ്ണോഹോ. ആ ഭഗവാന്റെ ഈ മഹാത്മ്യങ്ങളെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ആ കീർത്തിക്കുക ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പരാഭക്തി ഉണ്ടാകുന്നതാണ്. ആ ഭക്തിയുടെ ഉന്നത നിലയാണ് ഈ പരാഭക്തി. അത് നാരദ ഭക്തി സൂത്രത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതോടുകൂടെ അവരുടെ മനോമാലിന്യമാകുന്ന കാമവികാരം സകല വികാരങ്ങളും നിശേഷം നശിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്രീശുക ബ്രഹ്മഋഷി ഈ രാസക്രീഡാ വർണ്ണനയെ ഉപസംഹരിക്കുന്നത് എന്നാണ്. അപ്പോ ഇവിടെ ഇത് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ തന്നെ മനസ്സ് ശുദ്ധമാകും. ഹൃദ്രോഗം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. ഹൃദ്രോഗം എന്ന് വെച്ചാല് മനസ്സിലുള്ള ടെൻഷനാണ്. ഇപ്പൊ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ ടെൻഷൻ കൂടിയിട്ട് അവിടെ ചില ദിക്കുകളിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നത് ബ്ലോക്ക് ആകുന്നത്. അപ്പൊ ഇവിടെ രാസക്രീഡ നിത്യവും വായിക്കുക 5 അധ്യായം, എങ്കിലോ അവന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ശുദ്ധമായിട്ട് തീരും. അപ്പൊ ഓരോ തവണ രാസക്രീഡ നമ്മള് ഈ 5 അധ്യായം വായിക്കുമ്പോ നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കണമെന്ന്, ഇത് വായിച്ചിട്ട് എത്ര കണ്ട് എന്റെ മനസ്സിന് ശുദ്ധി കിട്ടി എന്ന്.
അങ്ങനെ പഠിക്കണം നമ്മൾ രാസക്രീഡയെ. അപ്പോഴേ നമ്മൾക്ക് ആ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിച്ചതുപോലെ നമുക്ക് നമ്മളിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ ആനന്ദത്തിന് വേണ്ടി വേറൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ആനന്ദ സ്വരൂപനുണ്ട്, അതിനെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് കാണിച്ചു തരുന്നത്. ഈ ദിവ്യമായിട്ടുള്ള അനുഭവത്തെയാണ് ശരിക്കും ബ്രഹ്മരാത്ര ഉപാവൃത്തെ വാസുദേവാനുമോദിത എന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അനിച്ചെന്തോ ഏത് കോപ്യ സുഗൃഹാൻ ഭഗവത് പ്രിയ. ബ്രഹ്മരാത്രിയാ. അപ്പൊ അവിടെ ശാരീരികമായിട്ടുള്ള ഭാവമുള്ളതല്ല. ആ സമയത്ത് ആ ബ്രഹ്മരാത്രിയായിട്ട് കഴിച്ചു കൂട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് അവര് സമയം വന്നപ്പോ ഭഗവാന്റെ അനുമതിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചുപോയി. പക്ഷെ അവിടെ പോയതൊന്നും ഭർത്താക്കന്മാര് അറിഞ്ഞതുമില്ല, അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ രാസക്രീഡ പഠിച്ചാലേ രാസക്രീഡ കൊണ്ട് ഗോപികൾ അനുഭവിച്ച ആനന്ദം അത് പ്രാകൃതമായിട്ടുള്ളതല്ല, അത് നമുക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് നമുക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഗോപീഭാവത്തിൽ നമ്മൾ എത്തണം. നമ്മൾക്കത് എത്താനുള്ള കഴിവ് വളരെ കഷ്ടിയായിരിക്കും അല്ലേ? അപ്പൊ ഈ ജന്മം അതൊരു ആഗ്രഹം മനസ്സിൽ വളർത്തുക. ഈ ജന്മത്തില് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ അന്ത്യധ്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് ഈ ഗോപീഭാവത്തെ തന്ന് അനുഗ്രഹിക്കും. ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ആ പരമാനന്ദം അനുഭവിച്ച് മുക്തന്മാരാവാനും കഴിയും. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ രാസക്രീഡയെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഏതായാലും ഇന്ന് ഈ യജ്ഞസമർപ്പണം നടത്തി ധന്യരായിട്ടുള്ള ആ മഹാത്മാവാണ് ദേവനാരായണ ബാബു. ഒരു വിദ്യാർത്ഥിയാണ്, ആ സൂററ്റിലാണ് പഠിക്കുന്നത്. ആ ഐല്യ നക്ഷത്രക്കാരനാണ്. ഈ കുട്ടിക്കായിട്ട് സമർപ്പണം നടത്തിയിരിക്കുന്നത് രഞ്ജിക ബാബുവാണ്. ഏതായാലും ആ കുട്ടിക്ക് സകലവിധ ഐശ്വര്യങ്ങളും അവരുടെ കുടുംബത്തിനും ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് എല്ലാവരും ആ മനസ്സ് തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കൂടിയുള്ള പ്രാർത്ഥന വരുമ്പോ അതിന് കുറച്ചധികം ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കും. അവരുടെ കുടുംബത്തില് ശാന്തിയും ക്ഷേമവും ഐശ്വര്യവും വിളയാടട്ടെ. സമാധാനം പൂർണ്ണമായിട്ടൊരു ജീവിതം അവർക്ക് നയിക്കാൻ ഇടയാവട്ടെ. അതുപോലെ തന്നെ ആ വിദ്യാർത്ഥി പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ കുശാഗ്രബുദ്ധിയുള്ളവനായിട്ട് ആ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ഉയർന്ന നിലയിലെത്താനായിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ലൊരു വിദ്യാർത്ഥിക്ക് നാളെ നല്ലൊരു ഗൃഹസ്ഥനാവാനും നല്ലൊരു ലോക പൗരനായിട്ട് ലോകത്തിന് തന്നെ ആ നന്മയെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു സദ്ഭാവം ഭഗവാൻ ഗുരുവായൂരപ്പൻ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ആ കുട്ടിയുടെ പിറന്നാളും കൂടിയാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ പിറന്നാള് ആ സമയത്ത് വരിക, അന്ന് അതിന് സമർപ്പണം നടത്തുക, ഇതൊക്കെ ആ ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ചിട്ടുള്ള സുഹൃതം കൊണ്ട് മാത്രമേ ഈ പിറന്നാളായിട്ട് നമ്മൾ മറ്റു പലതൊക്കെ ചെയ്യുക. അപ്പൊ ഇവിടെ ഈ തരത്തിലൊരു ജ്ഞാനയജ്ഞത്തിന് ആ ഒരു ഭാഗവാക്കാകണത്, അത് വേണ്ടത് ചെയ്യുന്നത് ആ പിറന്നാൾ ദിവസം ആ കുട്ടിക്ക് ആയിരാരോഗ്യ സൗഖ്യത്തിന് കാരണമായിട്ട് തീരും. അത് കാരണമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഇനി ഉള്ള ദിവസങ്ങളിൽ വേണ്ട ആളുകള് സമർപ്പണമൊക്കെ വേണ്ടതുപോലെ നിർവഹിക്കുക. അതൊക്കെ കുറച്ച് നേരത്തെ തന്നെ അദ്ദേഹത്തോട്, അതായത് അഡ്മിനോട് പറയുക, ഇന്ന ദിവസമാണ് എനിക്ക് സമർപ്പണത്തിന് വേണ്ട ദിവസം. അതാവുമ്പോ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ കഴിവനുസരിച്ചിട്ട് സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ ഇവിടെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റുള്ളവരെ കേൾക്കുമ്പോഴോ അവർക്കുണ്ടാവുന്ന ആ ഗുണങ്ങളുടെ അംശം നമുക്ക് കിട്ടും. കാരണം നമ്മൾ അതിന് കാരണക്കാരായി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക, അതിൽ ഭാഗവാക്കാവുക. നമ്മുടെ അതായത് ആ കഴിവനുസരിച്ച് സമർപ്പണത്തിലൊക്കെ പങ്കുചേരുക. അതിന് ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് മേലിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തരത്തിൽ സമർപ്പണത്തിനും അതിനുള്ള കഴിവും സന്മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. പിന്നെ ഒരു പ്രത്യേക കാര്യം, നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് അഡ്മിൻ പറയും, അറിയിക്കും. അത് അനുസരിച്ചിട്ട് അതിന് സഹകരിക്കുക. ഹരി ഓം നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.